നിങ്ങൾക്ക് ഹൈപ്പോ തൈറോയിഡിസവും അമിതവണ്ണവും ഉണ്ടെങ്കിൽ അതുവഴി ഫാറ്റ് ലോസ് ചെയ്യണമെങ്കിൽ തൈറോയിഡ് ഫംഗ്ഷൻ സപ്പോർട്ട് ചെയ്യുന്ന കുറച്ച് കീ ന്യൂട്രിയൻസ് അറിയണം. ഇതിൽ എടുത്തു പറയാനുള്ളത് സെലീനിയം, സിങ്ക്, വൈറ്റമിൻ ഡിയും അയഡിനുമാണ്. എന്തിനാണ് നമുക്ക് സെലീനിയം? സെലീനിയമാണ് ഇനാക്റ്റീവ് ഫോം ഓഫ് തൈറോയിഡ് ഹോർമോൺ T4ന് ആക്റ്റീവ് ഫോം T3 ആക്കാൻ ഹെൽപ്പ് ചെയ്യും. ഈ സെലീനിയം നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും തൈറോയിഡിലുള്ള ഇൻഫ്ലമേഷൻ കുറയ്ക്കാനും ഹെൽപ്പ് ചെയ്യും. ഏത് ഫുഡിലാണ് ഈ സെലീനിയം കൂടുതൽ കാണുന്നത്? ഒന്ന് ഫിഷ്, 2 എഗ്സ്, 3 ബ്രസീലിയൻ നട്ട്സ് ആണ്. രണ്ടാമത് എന്തിനാണ് നമുക്ക് സിങ്ക് തൈറോയിഡ് ഹോർമോണിന്റെ സിന്തസിസ് പ്രൊഡക്ഷനും നമ്മുടെ ഇമ്മ്യൂണിറ്റി കൂട്ടാനും സിങ്ക് ഹെൽപ്പ് ചെയ്യും. സിങ്ക് അടങ്ങിയ കോമൺ ഫുഡ്സ് ഏതൊക്കെയാണ്? ഒന്ന് മീറ്റ്, 2 ചിക്ക് പീസ്, 3 സീഡ്സ് ലൈക്ക് പംകിൻ സീഡ്സ്. മൂന്നാമത്തത് എന്തിനാണ് വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഹൈപ്പോ തൈറോയിഡിസം കുറച്ചുകൂടെ വഷളാകാനേ ചാൻസ് ഉള്ളൂ. വൈറ്റമിൻ ഡിന് വേണ്ടി അതിനാവശ്യമായിട്ടുള്ള വൈറ്റമിൻ D3 സപ്ലിമെന്റ് 1000 to 2000 ഇന്റർനാഷണൽ യൂണിറ്റ്സ് പെർ ഡേ എടുക്കാൻ നോക്കുക. നാലാമത്തത് അയഡിൻ എന്ന് പറയുന്ന ന്യൂട്രിയന്റ് ആണ്. അയഡിൻ ഉണ്ടെങ്കിൽ ഈ പറയുന്ന ഹൈപ്പോ തൈറോയിഡിസത്തിൽ അല്ലെങ്കിൽ തൈറോയിഡ് ഹോർമോൺ പ്രൊഡക്ഷനിൽ നമുക്ക് ഒരു ഇംപ്രൂവ്മെന്റ് കാണാം. ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് കണ്ടീഷൻസ് ആണെങ്കിൽ അയഡിൻ കൂടുതൽ എടുക്കാത്തതാണ് നല്ലത്. ഇപ്പോൾ ഓട്ടോ ഇമ്മ്യൂൺ തൈറോയിഡ് കണ്ടീഷൻ അല്ല, നിങ്ങൾക്ക് അയഡിൻ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ മാത്രം അയഡിൻ വെച്ച് സപ്ലിമെന്റ് ചെയ്യാം.